അപ്പം നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കോട്ട് പറയാം. ഈ കോട്ട് പറഞ്ഞ് തുടങ്ങുന്നതാവും അതിൻ്റെ ശരി. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചിറകടിച്ച് പറക്കാൻ ആഗ്രഹിക്കുന്ന പൂമ്പാറ്റകളാണ്. പക്ഷെ ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മളുടെ മുമ്പിൽ രണ്ട് മാർഗങ്ങളുണ്ടാവും. ശരിയായ മാർഗം, തെറ്റായ മാർഗം. അതിലേതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ വിധി. അങ്ങനെ തെറ്റായ മാർഗം തിരഞ്ഞെടുത്ത ഒരാളുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മുൻഹോ കാങ്സിയോക് എന്നീ ദമ്പതികൾ ഒരു യാത്ര പോകുന്നു. ഇതിലെ കാങ്സിയോക് മുൻഹോയുടെ ഫിയാൻസയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്രിപ്പിൽ വെച്ചിട്ട് ഈ കാങ്സിയോക്കിനെ കാണാണ്ടാവുന്നത്. അവൾ എങ്ങോട്ട് പോയി, അവൾക്ക് എന്തേലും പറ്റിയോ ഒന്നും അറിയില്ല. അങ്ങനെ അവളെയും തെരഞ്ഞ് മുൻഹോ ഇറങ്ങുന്നു. ഇതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ. ഇത്ര മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയാം. സിനിമയിലുടനീളം ഒരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢതയാണ് ഈ സിനിമയിലെ പ്രധാന കഥ. പിന്നെ ഇതെല്ലാവർക്കും പറ്റുന്ന പടമാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഈ സിനിമ എനിക്ക് നന്നായിട്ട് വർക്കായി, നിങ്ങൾക്കും വർക്കാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം, നേരെ സിനിമയിലേക്ക് കടക്കാം. കുറച്ചായിട്ട് തുടരെ തുടരെ ഒരു കമൻറ്റ് വരുന്നുണ്ട്. എനിക്കൊരു പുച്ഛഭാവമുണ്ട്, ഞാൻ പുച്ഛത്തോടെയാണ് ഓരോ സിനിമയും പറയുന്നത് എന്നൊക്കെയാണ് കമൻറ്റ്. ഞാൻ പുച്ഛത്തോടെയാണ് പറയുന്നത് എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഏതൊരു സിനിമയും ചെയ്യുമ്പോൾ അത് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ്. പിന്നെ ചില തമാശകളൊക്കെ ഞാൻ സിനിമയിൽ പറയാറുണ്ട്. അത് ചിലപ്പോൾ ഓവറായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ബ്രോ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്നേ വരെ പുച്ഛത്തോടെ ഒരു സിനിമേനെയും സമീപിച്ചിട്ടില്ല. കാണും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യും, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റിവെക്കും, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ സംസാരത്തിൽ അങ്ങനെ ഒരു പുച്ഛഭാവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ച് ഞാൻ ബ്രോനെ കുറ്റം പറയല്ല കേട്ടോ, ഇനി അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനിയും ഇമ്പ്രൂവ് ആവാണ്ട്, അതെനിക്കും അറിയാം. പക്ഷെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അതിന് ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി അഥവാ എൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെ ഒരു പുച്ഛം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടേക്ക്, കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. നല്ല മഴയുള്ളൊരു സമയം. മുൻഹോ, കങ്സിയോക് എന്നീ ദമ്പതികൾ ഒരു യാത്ര പോകുന്നു. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയിലാണ് പോകുന്നത്. കാരണം ഒരു മാസം കഴിഞ്ഞ ഇവരുടെ കല്യാണം. അതുകൊണ്ട് ഇക്കാര്യം മുൻഹോയുടെ വീട്ടിലറിയിക്കാനാണ് അവർ പോകുന്നത്. അവിടെ പോവുക, വീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യുക, അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ആൻഡ് കങ്സിയോക് എന്ന് പറഞ്ഞാൽ മുൻഹോക്ക് ജീവനാണ്. അത്ര ഇഷ്ടമാണ് അവളെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഫി കുടിക്കാനായിട്ട് വണ്ടി നിർത്തുന്നത്. മുൻഹോ ആണെങ്കിൽ കോഫി മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോഴാണ് കാങ്സിയോക്കിന് ഒരു കോള് വരുന്നത്. അങ്ങനെ മുൻഹോ കോഫിയും കൊണ്ട് തിരിച്ചെത്തി. എന്നാൽ വണ്ടിയുടെ അകത്ത് അവളില്ല. വണ്ടി ഓഫ് ചെയ്തിട്ടില്ല, കൊടയെടുത്തിട്ടില്ല. ഇതൊക്കെ കണ്ടേക്ക് മുൻഹോ ആകെ ടെൻഷനാവുന്നു. അങ്ങനെ മുൻഹോ ആ സ്ഥലം മൊത്തത്തിൽ നോക്കുന്നു. എന്നാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവളുടെ പൊടി പോലുമില്ല. അവൾ എങ്ങോട്ട് പോയി, ഇനി വല്ല അപകടം പറ്റിയോ ഒന്നും അറിയില്ല. ഇതിൻ്റെ ഇടയിലാണ് ലീ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെടുത്ത് സംസാരിക്കാൻ അങ്ങേർക്കിപ്പോൾ സമയമില്ല. ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നു. കാങ്സിയോക്കിന് വേണ്ടി സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോയ്ലറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. നോക്കുമ്പോൾ അവളുടെ തലയിൽ കുത്തുന്ന സ്ലൈഡ് മാത്രമുണ്ട്. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു. സ്റ്റിൽ ഒന്നുമില്ല. അങ്ങനെ അവൻ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സാർ, ഞങ്ങൾ ലിവിങ് ടുഗെദറാണ്. ഒരു മാസം കഴിഞ്ഞാൽ മാരേജ് ചെയ്യാനിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എൻ്റെ പേരൻസിനെ അറിയിക്കാനാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ അവളുടെ പേരൻസോ? അവൾക്കങ്ങനെ ആരുമില്ല, എല്ലാവരും മരിച്ചു. ശരി, ഓക്കെ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങളിപ്പോൾ ചെല്ല്, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കങ്ങ് ഭ്രാന്ത് കയറുന്നു. ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് അതിൻ്റെ യാതൊരു സീരിയസ്നെസ്സും പോലീസുകാർ കാണിക്കുന്നില്ല. അപ്പം പിന്നെ ഭ്രാന്ത് കയറാണ്ടിരിക്കുമോ? ഇതിൻ്റെ ഇടയിൽ ലീ ആണെങ്കിൽ പിന്നെയും വിളിക്കുന്നുണ്ട്. എന്നാൽ ഫോൺ എടുത്ത് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല മുൻഹോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ബഹളം വെക്കുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെ മുൻഹോ വീട്ടിലെത്തി. അപ്പോഴാണ് അവൻ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. വീട് മൊത്തം അലങ്കോലായിട്ടാണ് കിടക്കുന്നത്. അലമാര, മേശ, ഓവൻ, ഫ്രിഡ്ജ് എന്ന് വേണ്ട സകലമാന സാധനങ്ങളും തുറന്നു വെച്ചിരിക്കുന്നു. അതായത് ഒരു സെർച്ച് നടന്ന ലക്ഷണം പോലെ. ഇയാളിതൊക്കെ കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പോഴാണ് ലീയുടെ കോള് പിന്നെയും വരുന്നത്. എടാ, എന്താടാ നീ ഇതെവിടെ? എത്ര നേരമായി വിളിക്കുന്നു? എടാ, നിന്റെ കൂടെ കങ്സിയോക്ക് ഉണ്ടോ? ഈ ഒരു ചോദ്യം കേട്ടേക്ക് അങ്ങർക്ക് മനസ്സിലായി സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാ ലീ വിളിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ലീയെ കാണാൻ പോകുന്നു, അതും തൻ്റെ ക്ലിനിക്കിലോട്ട്. ഈ മുൻഹോ ഒരു മൃഗഡോക്ടറാണ്. ആൻഡ് ലീ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ സമയത്താണ് ലീ ഒരു കാര്യം പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്
കാങ് സിയോക്കിന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്കാനും ക്രെഡിറ്റ് കാർഡ് എടുക്കാനും മുൻഹോ ലീയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. മുൻഹോ അവൾക്കൊരിക്കലും ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ പോകുന്നില്ല. അവൾക്ക് സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. 2007 ഒരു ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് മൂലം വലിയൊരു തുകയാണ് അവൾക്ക് തിരിച്ചടക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞ പരിഹരിക്കാനാവാത്ത സാമ്പത്തിക ബാധ്യത. ഞാൻ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇന്ന് അവൾക്ക് വിളിച്ചിരുന്നു. എന്നാൽ ഒന്നും മിണ്ടാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. അതായത് കാങ് സിയോക്കിനെ കാണാതാവുന്നതിന് മുമ്പ് അവൾക്ക് അവസാനമായിട്ടൊരു കോൾ വന്നില്ലേ, അത് ലീയുടെ കോളായിരുന്നു. ആൻഡ് ലീ ചോദിച്ച കാര്യങ്ങളെല്ലാം കേട്ട് കാങ് സിയോക്ക് പാനിക്കാവുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ലീ അവളെക്കുറിച്ചുള്ള ബാങ്ക് റിപ്പോർട്ട് മുൻഹോക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങേർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ഇത്രയും കാലം ഒരുമിച്ച് നിന്നിട്ടും അവൾ ഒരിക്കൽ പോലും ഈ കടങ്ങളെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ടില്ല. സോ അവനാകെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കാങ് സിയോക്ക് തിരിച്ചു വന്നിട്ടില്ല. മുൻഹോ ആണേലോ അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോയിട്ടൊന്ന് തിരക്കുന്നു. ഈ ഓഫീസിനകത്ത് അവൾക്ക് അങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല. ആകെ കൂടെ സംസാരിക്കാറുള്ളത് ദേ ഈ കുട്ടിയുമായിട്ടാണ്. അവൾക്കാണെങ്കിൽ ഒരു തേങ്ങ അറിയില്ല. അങ്ങനെ ഈ സമയത്താണ് മുൻഹോ കാങ് സിയോക്കിൻ്റെ ഡെസ്ക് ഒന്ന് നോക്കുന്നത്. അവിടെയുണ്ട് അവളുടെ ഒരു കലണ്ടർ. അതിൽ കല്യാണം കഴിക്കാനുള്ള ഡേറ്റ്, പേരൻസിനെ വിസിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് വേണ്ട ഇവരുടെ 2 പേരുടെയും ലൈഫ് പുള്ളിക്കാരത്തി മറക്കാതെ എഴുതി വച്ചിരിക്കുന്നു. അത്ര ഇഷ്ടമാണ് 2 പേർക്കും. അങ്ങനെ മുൻഹോ ഈ കുട്ടി മുഖേന കാങ് സിയോക്കിൻ്റെ റെസ്യൂമെ സംഘടിപ്പിക്കുന്നു. അതിനകത്തുണ്ടാവും അവൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനികൾ. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. ഈ റെസ്യൂമേൽ കൊടുത്തിരിക്കുന്ന കമ്പനികളിൽ ഭൂരിഭാഗവും ഫേക്കാണ്. ആൻഡ് ചില കമ്പനികളുണ്ട്, പക്ഷെ അവൾ ജോയിൻ ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് 2007 കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത് 2008. സോ ഈ റെസ്യൂമെ നല്ല പക്ക ഫേക്കാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങേരാണെങ്കിൽ കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് ഇവൻ്റെ അസിസ്റ്റൻ്റായ ലീന അങ്ങോട്ട് വരുന്നത്. ഇവൾ ജസ്റ്റ് ഒരു അസിസ്റ്റൻ്റ് മാത്രമല്ല, ഇങ്ങർക്ക് ഇവളെ വലിയ കാര്യമാണ്. കുറേ വർഷങ്ങളായിട്ട് തൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഈ ലീന വഴി ഒന്ന് തപ്പാൻ ആരംഭിക്കുന്നു. കാങ് സിയോക്ക് പഠിച്ചു എന്ന് പറയുന്ന സ്കൂളിലോട്ട് ലീന കോൾ ചെയ്യുന്നു. ഹലോ മാം, എൻ്റെ പേര് ലീന. പണ്ട് അവിടെ പഠിച്ചിരുന്നൊരു കാങ് സിയോക്കില്ലേ, അവളുടെ അഡ്രസ്സ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇപ്പം കണ്ടിട്ട് കുറേ വർഷമായേ, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുന്നത്. അങ്ങനെ ആ സ്കൂൾ അധികൃതർ കാങ് സിയോക്കിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു, അതും പഴയ അഡ്രസ്സ്. അങ്ങനെ ലീന ചോദിക്കുകയാണ്, എൻ്റെ പൊന്ന് സാറ്, നിങ്ങൾ ഇത്രയും കാലം ഒരുമിച്ചിരുന്നില്ലേ, എന്നിട്ട് ഈ അഡ്രസ്സിനെ കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ലേ? എടീ, ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയാം. അവളുടെ അടുത്ത് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് അവിടെ പോവാം, പഴയ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന്. പക്ഷെ അവൾക്കാണെങ്കിൽ വലിയ താല്പര്യം ഉണ്ടാവാറില്ല. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാനൊരു താല്പര്യമില്ലാന്നാ അവൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിക്കാനും പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുൻഹോ ബാങ്കിലോട്ട് പോകുന്നതും കാങ് സിയോക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നതും. ഏകദേശം $80,000 അവളുടെ പേരിലുള്ള കടം. $80,000 എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങേരാണെങ്കിൽ കിളി പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. സർ, അവൾ എപ്പോഴാ ഇങ്ങോട്ട് ലാസ്റ്റ് വന്നത്? ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാ. കറക്റ്റായിട്ട് പറഞ്ഞ അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവളുടെ അമ്മയുടെ പേരിലൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കാനാ അവൾ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം $50,000 ഇൻഷുറൻസ് തുക എന്നും പറഞ്ഞ് അവളുടെ ഫയലും അവൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റും മുൻഹോക്ക് കാണിച്ചു കൊടുക്കുന്നു. കാങ് സിയോക്ക് എഴുതി കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടി പിന്നെയും ലോൺ എടുത്തു. അങ്ങനെ ലോൺ എടുത്ത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറി. ഇതാണ് സംഭവം. ഇത് വായിക്കുന്നതിൻ്റെ ഇടയിലാണ് പുള്ളിക്കാരനൊരു കാര്യം കണ്ടെത്തുന്നത്. കാങ് സിയോക്ക് എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലെ ഹാൻഡ് റൈറ്റിങ്ങും ഇന്ന് കലണ്ടറിൽ കണ്ട ഹാൻഡ് റൈറ്റിങ്ങും രണ്ടും രണ്ടാ. സെയിം ഹാൻഡ് റൈറ്റിംഗ് അല്ല. ഇങ്ങേർക്ക് അറിയുന്ന കാലം തൊട്ടിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ് ആ കലണ്ടറിലുള്ളത്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഈ കാങ്ങിൻ്റെ യഥാർത്ഥ ഹാൻഡ് റൈറ്റിംഗുള്ള ഒരു ഫയല് ബാങ്ക് മാനേജറിന് കാണിച്ചു കൊടുക്കുന്നു. അതിനകത്ത് അവളുടെ ഫോട്ടോ ഉണ്ട്. അപ്പോഴാണ് ആ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല, ആളെ വേറെയാണ്. ബാങ്കിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ച് ദേ ഇതാണ് യഥാർത്ഥ കാങ് സിയോക്ക്. ഈ പേര്, ഈ അഡ്രസ്സ് എന്ന് വേണ്ട സകലതും സെയിം ആയിട്ടുള്ള മറ്റൊരാൾ. അതാണ് മുൻഹോൻ്റെ കാങ് സിയോക്ക്. ചുരുക്കി പറഞ്ഞ കാങ് സിയോക്ക് എന്ന യഥാർത്ഥ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇത്രയും കാലം അവൾ മുൻഹോയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ മുൻഹോ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവളോടുള്ള അടങ്ങാത്ത പ്രണയം കാരണം അങ്ങേർക്കത് വിശ്വസിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഇക്കാര്യം ലീയോടും ലീനയോടും പറയുന്നു. അപ്പോഴാണ് ലീ ഒരു കാര്യം പറയുന്നത്. എടാ, അന്ന് ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി, ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ. സോ ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യില്ലല്ലോ. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കാങ് സിയോക്ക് എന്ന ഐഡന്റിറ്റി അവൾ മോഷ്ടിക്കാനാ സാധ്യത. എനിക്കൊന്നും അറിയില്ല. തൽക്കാലം അവളെ കണ്ടെത്താൻ നോക്കാം, ബാക്കിയെല്ലാം പിന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 പോലീസുകാരെ കാണിക്കുന്നത്. ജോങ്, അലക്സ്. ഒരു കൈക്കൂലി കേസിൽ പെട്ട് ജോലി പോയിട്ടിരിക്കുകയാണ് ജോങ്.
അങ്ങേർക്ക് പുതിയൊരു ജോലി ഉണ്ടാക്കാൻ നടക്കുകയാണ് ആത്മാർത്ഥ സുഹൃത്തായ അലക്സ്. പക്ഷെ ഒരു രക്ഷയില്ല. ജോങ്ങിൻ്റെ ലൈഫാണെങ്കിൽ ആകെ ബ്രോക്കൺ ആയിട്ടാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം. അങ്ങനെ ഈ സമയത്താണ് മുൻഹോ വീണ്ടും കാങ്സിയാക്ക് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ പോകുന്നത്. അവിടെയുള്ള മറ്റേ കുട്ടിയുണ്ടല്ലോ, അവൾ പറയാണ്, സാറേ നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത് ഞങ്ങളുടെ ബോസിന് ഒട്ടും ഇഷ്ടമല്ല, ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത് എന്നും പറഞ്ഞ് കാങ്സിയോക്കിൻ്റെ സാധനങ്ങൾ അങ്ങേർക്ക് കൊടുക്കുന്നു. ഒക്കെ കൂടെ കേട്ട് ഇങ്ങേരാണെങ്കിൽ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ക്ലിനിക്കിലോട്ട് വരുന്നു. അപ്പോഴാണ് ജാക്കി എന്നൊരു സ്ത്രീ തൻ്റെ പട്ടീനെ കാണിക്കാനായിട്ട് വരുന്നത്. അവരാണെങ്കിൽ റിച്ച് എന്നൊക്കെ പറഞ്ഞ അങ്ങേയറ്റത്ത് റിച്ചാ, ആൻഡ് ഇവരുടെ നല്ലൊരു കസ്റ്റമറും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുൻഹോ ഒരു തീരുമാനം എടുക്കുന്നത്. കാങ്സിയോക്ക് ആരാന്ന് കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിയില്ല, എന്നാൽ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് കഴിയും. ആ സുഹൃത്തിൻ്റെ പേരാണ് ജോങ്, അതായത് നമ്മുടെ കൈക്കൂലിക്കാരൻ പോലീസ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടിട്ട് വർഷങ്ങളായി. സോ അങ്ങേരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് എടുക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പോകുന്നു, പറയുന്നു. ഇങ്ങേർക്കാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യവുമില്ല. മുൻഹോക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും അവർ കല്യാണം കഴിക്കാൻ പോകുമെന്നും പുള്ളിക്കാരന് ഇപ്പോഴാണ് അറിയുന്നത്. അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പാണ് ഇവർ തമ്മിൽ. അപ്പം പിന്നെ താല്പര്യം ഉണ്ടാവുമോ? എന്നാൽ മുൻഹോ കെഞ്ചാൻ ആരംഭിക്കുന്നു, കരയാൻ ആരംഭിക്കുന്നു. അവസാനം ക്യാഷ് കൊടുക്കാന്ന് വരെ പറയുന്നു. അത് കേട്ടേക്ക് അങ്ങേരങ്ങ് സമ്മതിക്കുന്നു. ക്യാഷ് വാങ്ങുന്നത് വേറൊന്നും കൊണ്ടല്ലാട്ടാ, പുള്ളിക്കാരൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാലോ. അങ്ങനെ ജോങ് കേസ് ഏറ്റെടുക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അലങ്കോലായിട്ട് കിടക്കുന്ന വീട്ടിലോട്ട് പോകുന്നു. ഈ വീട് കണ്ടേക്ക് അങ്ങേർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വലിച്ചിട്ടിരിക്കുന്നതല്ല, വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കാങ്സിയോക്ക് പോകുന്നതിന് മുമ്പ് അവളുടെ ഫിംഗർ പ്രിന്റ്, യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ എന്ന് വേണ്ട സകലതും അവൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. കാങ്സിയോക്ക് എന്ന് പറയുന്ന ഒരാള് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കുക, അതായിരുന്നു അവളുടെ യഥാർത്ഥ ലക്ഷ്യം. പക്ഷെ എന്തിനു വേണ്ടി അറിയില്ല. ഈ സമയത്താണ് ആ വീടിനകത്തുനിന്ന് ഒരു കുക്കൂണിനെ കിട്ടുന്നത്. ഇത് കണ്ടേക്ക് ജോങ് മുൻഹോയോട് ചോദിക്കുന്നു, അത് ഞാൻ കൊടുത്തതാ, അവൾക്ക് ഈ പൂമ്പാറ്റകളെ വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ജോങ് ആകെ കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബന്ധുക്കളില്ല, ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല, ഈവൻ ഫിംഗർ പ്രിന്റ് പോലും ഇല്ല. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ കണ്ടെത്താനാ? ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗം മാത്രം, യഥാർത്ഥ കാങ്സിയോക്ക് ആരാന്ന് കണ്ടെത്തുക. അങ്ങനെ അലക്സ് വഴി യഥാർത്ഥ കാങ്സിയോക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. ഡീറ്റെയിൽസ് മാത്രമല്ല എടുക്കുന്നത്, പുള്ളിക്കാരൻ്റെ ഐഡിയും കൂടെ എടുക്കുന്നുണ്ട്. കാരണം ജോങ് ഇപ്പോൾ പോലീസൊന്നുമില്ല. സോ എല്ലായിടത്തും കയറി ചോദ്യം ചെയ്യാന്ന് പറയുമ്പോൾ അത് നടക്കുന്ന കേസല്ല. അപ്പം പിന്നെ ഒരേ ഒരു മാർഗം മാത്രം, പോലീസുകാരൻ്റെ ഐഡി. അത് കൈവശമുണ്ടെങ്കിൽ എവിടെ വെച്ച് വേണേലും ആരെയും ചോദ്യം ചെയ്യാം. അങ്ങനെ അലക്സ് കാങ്സിയോക്ക് താമസിച്ചിരുന്ന അഡ്രസ്സ് കൊടുക്കുന്നു. ഇതാണ് യഥാർത്ഥ കാങ്സിയോക്കിന്റെ അയൽവാസി. പക്ഷെ ഇയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയില്ല. കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നീട് ആരോടും പറയാണ്ട് ഒരു കത്ത് എഴുതി വെച്ച് അവൾ എങ്ങോട്ടോ പോയി. അത് മാത്രമല്ല, അവളുടെ സാധനങ്ങൾ എവിടെയും കൊണ്ടുപോയിട്ട് കളയാൻ ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ച് പൈസ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അയൽവാസി പറയുന്നത്. അങ്ങനെ ജോങ് മറ്റവളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അങ്ങനെ ഒരാളെ ഈ സ്ത്രീ കണ്ടിട്ടില്ല. സോ ഈ പെട്ടിയല്ലാണ്ട് യഥാർത്ഥ കാങ്സിയോക്കിന്റെ ഒരൊറ്റ സാധനവും. അങ്ങനെ ആ പെട്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നു. കവോലിൻ എന്ന കമ്പനിയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉണ്ട്, അതേപോലെ ഒരു ഹോസ്പിറ്റൽ കാർഡും. അങ്ങനെ ആ കാർഡും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, ഡീറ്റെയിൽസ് എടുക്കുന്നു. 2008 ജൂലൈ ആൻഡ് ഓഗസ്റ്റ്. ആ സമയത്താണ് കാങ്സിയോക്കി ഹോസ്പിറ്റലിൽ വരുന്നതും ട്രീറ്റ്മെന്റ് എടുക്കുന്നതും. അതും സ്കിന്നിൽ എന്തോ ചൊറിച്ചല്, റേഷസ്, റെഡ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത്. അവിടുന്ന് അങ്ങേർക്ക് യഥാർത്ഥ കാങ്സിയോക്കിന്റെ ഫോൺ നമ്പർ കിട്ടി. സോ അതും വെച്ച് കോൾ ലോഗ് എടുക്കുന്നു. പക്ഷെ അതിലും സംശയിക്കത്തക്ക ഒന്നുമില്ല. അങ്ങനെ ഈ ഡേറ്റുകളെല്ലാം ചെക്ക് ചെയ്യുന്നു. 2008 ജൂലൈ ആൻഡ് ഓഗസ്റ്റിലാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. ആൻഡ് 2008 ഡിസംബറിലാണ് അവളുടെ അമ്മ മരിക്കുന്നത്. അതിനുശേഷം 2009 മാർച്ചിൽ കാങ്സിയോക്ക് മിസ്സിംഗ് ആവുന്നു. അങ്ങനെ ഈ ഡേറ്റുകളുടെ കാര്യം മുൻഹോക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ 2012 2009 മാർച്ചിലാണ് കാങ്സിയോക്ക് മിസ്സിംഗ് ആവുന്നത്. എന്നാൽ കൃത്യം 2 മാസങ്ങൾക്ക് ശേഷം കാങ്സിയോക്ക് ഇവിടെ എത്തി, അതും നിന്റെ അടുക്കൽ, അതായത് നിന്റെ കാങ്സിയോക്ക്. 2 മാസങ്ങൾക്ക് മുമ്പ് കാണാണ്ടായ കാങ്സിയോക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവളുടെ പേരിലാക്കി, ഇൻക്ലൂഡിംഗ് ബാങ്ക് അക്കൗണ്ട്. പക്ഷെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിരുന്ന കാങ്സിയോക്കിനെ കുറിച്ച് ഫേക്കായ നിന്റെ കാങ്സിയോക്കിന് മനസ്സിലായി കാണില്ല. സോ അവളുടെ പുതിയ ലൈഫും കൊണ്ട് നിന്റെ അടുക്കലെത്തുന്നു. കല്യാണം കഴിക്കാനും കാലാകാലം കാങ്സിയോക്കായിട്ട് ജീവിക്കാനും തീരുമാനിക്കുന്നു. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ചതിക്കുമെന്നുള്ളത് അവൾ അറിഞ്ഞിരുന്നില്ല. ആൻഡ് യഥാർത്ഥ കാങ്സിയോക്ക് ഇപ്പോഴും മിസ്സിംഗ് ആണ്. ചുരുക്കി പറഞ്ഞ ഇതൊന്നും ഒരു കോയിൻസിഡൻസ് അല്ല, നല്ല പക്ക പ്ലാനിങ്ങാ. നീ തൽക്കാലം നിന്റെ അച്ഛനോട് കാര്യം പറ. ചുമ്മാ വീട്ടുകാരോട് പറയാണ്ടിരുന്നിട്ടെന്താ? ഈ മാരേജ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എടാ, അച്ഛനെ നിനക്ക് അറിയാവുന്നതല്ലേ, കല്യാണം കല്യാണം എന്നും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം വിളിച്ചു. അങ്ങേരാണെങ്കിൽ അഭിമാനത്തിന് കയ്യും കാലും വെച്ച മനുഷ്യനാ. ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എടാ, ഞാനൊരു കാര്യം പറയട്ടെ,
നിന്റെ ഈ കാങ്സിയോക്ക് ഉണ്ടല്ലോ ഐഡന്റിറ്റി മോഷ്ടിക്കുന്നത് യഥാർത്ഥ കാങ്സിയോക്കിന്റെ അമ്മ മരിച്ചതിന് ശേഷവും അവരുടെ ഇൻഷുറൻസ് മകള് സ്വന്താക്കിയതിനു ശേഷമാണ്. സോ ക്യാഷിനു വേണ്ടി യഥാർത്ഥ കാങ്സിയോക്കിനെ തട്ടാനും ചാൻസ് ഉണ്ട്. ഇത് കേട്ടേക്ക് അങ്ങേരങ്ങ് ചൂടാവുന്നു. അവൻക്കറിയാവുന്ന കാങ്സിയോക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അത് മാത്രമല്ല, ഒരാൾ മറ്റൊരാളായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും. അത് കണ്ടുപിടിക്കാതെ മുൻഹോ വെറുതെ ഇരിക്കില്ല. ഇത് ഡ്രോപ്പ് ചെയ്യാനും പോകുന്നില്ല. അങ്ങനെ മുൻഹോ നേരത്തെ ലീന വിളിച്ചു ചോദിച്ച അഡ്രസ്സ് ഉണ്ടല്ലോ, കാങ്സിയോക്കിന്റെ പഴയ അഡ്രസ്സ് അങ്ങോട്ട് പോകുന്നു. പക്ഷെ അവിടെ ചെന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ അഡ്രസ്സിൽ ആരുമില്ല. സോ അടുത്തുള്ള വീട്ടുകാരോട് ചോദിക്കുന്നു. അവർക്ക് കാങ്സിയോക്കിനെ അറിയാം, പക്ഷെ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ അവർക്ക് അറിയില്ല. അങ്ങനെ മുൻഹോ ഇനി എന്ത് ചെയ്യണോന്നറിയാണ്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഒരുത്തം വന്നിട്ട് അങ്ങ് ചൂടാവുന്നത്. ആരടാ നീ? നിനക്കെന്തിനാ കാങ്സിയോക്കിനെ എന്നും പറഞ്ഞ് പുള്ളിക്കാരനെ പിടിച്ചങ്ങ് തള്ളുന്നു. ഓൾറെഡി എല്ലാം കൂടെ ഭ്രാന്ത് കയറിയിട്ടാണ് മുൻഹോ ഇരിക്കുന്നത്. സോ തിരിച്ചങ്ങ് ചൂടാവുന്നു. അതും വല്ലാത്തൊരു ദേഷ്യമാണ് പുറത്തെടുക്കുന്നത്. നിനക്കൊക്കെ എന്താടാ? ഓൾറെഡി ഭ്രാന്ത് കയറിയിട്ടിരിക്കുന്നവനെ ചൊറിയാൻ വരുന്നോ? നിന്റെയൊക്കെ കാങ്സിയോക്കിനെ തന്നെയാടാ ഞാനും തിരയുന്നത്. ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങർക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായി. അത് മാത്രമല്ല, നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഇയാള് ചൂടാവാൻ കാരണം വേറൊന്നുമില്ല, ഇയാളും ഇയാളുടെ വൈഫും കാങ്സിയോക്കിന്റെ കൂട്ടുകാരാ. അവരുടെ വിചാരം മുൻഹോ ഏതോ ബാങ്കിൽ നിന്ന് വന്നുവെന്നാ. അതും കാങ്സിയോക്ക് എടുത്ത ലോണുകൾ കാരണം. ബാങ്കിൽ നിന്നെടുത്ത ലോണുകളാണ് കാങ്സിയോക്കിനെ നാടുവിടാൻ പ്രേരിപ്പിച്ച ഏക കാര്യം. അതുകൊണ്ടാണ് അയാൾ ചൂടായിരുന്നത്. അല്ല, ഈ കാങ്സിയോക്കിന് നിങ്ങളല്ലാണ്ട് വേറെ ഏതെങ്കിലും കൂട്ടുകാരോ റൂംമേറ്റോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഹൂങ് സുക്കി അവളുടെ റൂംമേറ്റാ എന്നും പറഞ്ഞ് അവളുടെ സ്കൂൾ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇതേ സമയം ക്ലിനിക്കാണ് കാണിക്കുന്നത്. ഓഫീസിൽ നിന്ന് മറ്റേ കുട്ടി കൊടുത്ത സാധനങ്ങളുണ്ടല്ലോ, അതിനകത്ത് മുൻഹോടെയും കാങ്സിയോക്കിന്റെയും ഫോട്ടോ ഉണ്ട്. ആകെ പൊടി പിടിച്ച് നാറിയിട്ടാണ് ഇരിക്കുന്നത്. സോ ലീന അതങ്ങ് വൃത്തിയാക്കുന്നു. അപ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു ഫോട്ടോ കിട്ടുന്നത്. അതും ആ ഫോട്ടോയിൽ തന്നെ മറച്ചു വെച്ച നിലയിൽ. ഒരു ഗംഭീര ലക്ഷറി റൂമിന്റെ ഫോട്ടോ ആണത്. ഇതിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് 2008-ലാണ്. ഇതേ സമയം ജോങ് കാങ്സിയോക്കിന്റെ നാട്ടിലെത്തി. അതും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് കാങ്സിയോക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നു. സർ, അവർ സാമ്പത്തികമായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. ലോൺ അടക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവളൊരു ഡാൻസ് ബാറിൽ വർക്ക് ചെയ്തിരുന്നു. ആൻഡ് ഇക്കാര്യം അവളുടെ അമ്മയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അവർ കുടിക്കാൻ ആരംഭിച്ചു. അവളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി വലിയ വലിയ സ്റ്റെപ്പുകളുണ്ട്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ടാവും. ഒരു ദിവസം കുടിച്ച് ലെക്ക് കേട്ട് ആ സ്റ്റെപ്പിന്റെ മേളിൽ നിന്ന് വഴുതി വീണിട്ടാണ് പുള്ളിക്കാരത്തി മരിക്കുന്നത്. പക്ഷെ ഇവിടെ പരക്കെയുള്ളൊരു സംസാരം ഇൻഷുറൻസിന് വേണ്ടി കാങ്സിയോക്ക് അവളുടെ അമ്മേനെ തള്ളിയിട്ട് കൊന്നതാന്നാ. ഇതൊക്കെ കേട്ടേക്ക് യഥാർത്ഥ കാങ്സിയോക്കിനെയല്ല ജോങ് സംശയിക്കുന്നത്. മറ്റൊരാളുടെ ഐഡന്റിറ്റി തട്ടിയെടുത്ത മുൻഹോടെ കാങ്സിയോക്കിനെയാണ്. ഇൻഷുറൻസ് തുകയെക്കുറിച്ച് അറിയുന്നു. അമ്മേനെ കൊല്ലുന്നു. നോമിനിയായ മകൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നു. ആ ഇൻഷുറൻസ് കിട്ടാനായിട്ട് മകളെയും കൊല്ലുന്നു. സ്വയം കാങ്സിയോക്കായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് അങ്ങേരുടെ നിഗമനം. അങ്ങനെ അവിടെ വെച്ച് മുൻഹോയും ജോങ്ങും കൂടെ കണ്ടുമുട്ടുന്നു. തിരിച്ചു പോകുന്നു. ഇവിടുന്ന് ഇനിയൊന്നും കിട്ടാനില്ല. അങ്ങനെ മുൻഹോ സത്യങ്ങളെല്ലാം തൻ്റെ അച്ഛനോട് പറയുന്നു. അഭിമാനിയായ അച്ഛനക്ക് ദേഷ്യം ഉച്ചിയിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്. കുറെ അടിക്കുന്നു, വഴക്ക് പറയുന്നു, പോകുന്നു. മുൻഹോ മതിയാക്ക്, അത് വിട്, ഇതെന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന അത് ശരിയാവില്ല. ജോങ്, നമ്മൾ ഇത്രയും ദിവസം കണ്ടുപിടിച്ചതെന്താ? യഥാർത്ഥ കാങ്സിയോക്കിന്റെ ജീവിതം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള് അതാരാന്നാ എനിക്കറിയേണ്ടത്. അതറിയുന്നതുവരെ ഞാൻ നിർത്തില്ല എന്നും പറഞ്ഞ് ഹൂങ് സുക്കി എന്ന റൂംമേറ്റിന് വിളിച്ചു നോക്കുന്നു. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. സോ തൽക്കാലം ഒരു മെസ്സേജ് അയക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് മറ്റേ ഫോട്ടോ ലീന അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. 2008 ജനുവരി 15-ലാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഫോട്ടോ മൊത്തത്തിലൊന്ന് എക്സാമിൻ ചെയ്യുന്നു. നല്ല റൂം, പുറത്തുനിന്നുള്ള വെളിച്ചം, ഗ്രാസ് എന്ന് വേണ്ട നല്ല ഭംഗിയുള്ളൊരു റൂം. എന്നാൽ പുറത്തുനിന്ന് വരുന്ന സൺലൈറ്റ്, ഷാഡോസ് ഇതെല്ലാം റോങ് ആയിട്ടുള്ള ദിശയിലാണ് കിടക്കുന്നത്. അത് മാത്രമല്ല, പുറത്തുള്ള ഗ്രാസ് പെയിന്റ് അടിച്ചതുപോലെയുണ്ട്. ചുരുക്കി പറഞ്ഞ ഈ ഫോട്ടോയുടെ അകത്ത് എന്തൊക്കെയോ അപാകതയുണ്ട്. ഈ സമയത്താണ് ഫോട്ടോയുടെ അറ്റത്തായിട്ട് ഒരു കൈ കാണുന്നത്. അതും യൂണിഫോം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ കൈയായിരുന്നു അത്. അപ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ റൂമിനകത്ത് ഒരു പോസ്റ്റർ ഉണ്ട്. അത് പ്രകാരം ഇതൊരു ഒറിജിനൽ വീടല്ല, മോഡൽ ഹൗസാണ്. അതായത് ഈ കൺസ്ട്രക്ഷൻ കമ്പനീസ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മോഡൽ ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു മോഡലാണ് ഈ റൂം. ആൻഡ് ആ പോസ്റ്ററിനകത്തുള്ള ലോഗോ വെച്ച് ഏത് കമ്പനിയാണ് ഈ മോഡൽ ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അവർക്ക് മനസ്സിലായി. സോ അങ്ങോട്ട് പോകുന്നു, അന്വേഷിക്കുന്നു. അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത്. ഈ ഫോട്ടോയിലുള്ള ഡേറ്റ് പ്രകാരം 2008 ജനുവരി 15-നാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. ആ സമയത്ത് ആ കമ്പനിയിൽ ഒരു എക്സിബിഷൻ നടന്നിരുന്നു. അത്രയും വലിയൊരു എക്സിബിഷൻ നടക്കുമ്പോൾ പല കമ്പനീസിൽ നിന്നും പലരും വന്നിട്ടുണ്ടാവും. ആൻഡ് യൂണിഫോം ധരിച്ചൊരു സ്ത്രീയുണ്ട് ആ ഫോട്ടോക്കകത്ത്. എന്നാൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും യൂണിഫോം ധരിക്കാറില്ല. ചുരുക്കി പറഞ്ഞ ഫോട്ടോയിലുള്ള മറ്റേതോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. സോ അതാരാന്ന് കണ്ടെത്തണം. അങ്ങനെ ജോങ് തിരിച്ചു പോകുന്നു. അപ്പോഴാണ് കവോലിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ട്രക്ക് കാണുന്നത്.
ഈ കവോലിൻ എന്ന പേര് ഇവൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ ജോങ് വേഗം തന്നെ മുൻഹോക്ക് വിളിക്കുന്നു, ഈ കമ്പനിയെക്കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ മുൻഹോക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീന ആ കമ്പനിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. കവോലിൻ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനിയാണ്. അത് മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഇവർ ഭയങ്കര ഫേമസാണ്. ചൊറിച്ചിൽ, റാഷസ്, റെഡ്നെസ് എന്ന് വേണ്ട സ്കിന്ന് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട്. എന്തിന്, ലീനയടക്കം അവരുടെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ജോങ്ങിന് കുറച്ച് കണക്ഷൻസ് കിട്ടുന്നത്. കാങ് സിയോക്കിന്റെ പെട്ടിക്കകത്ത് ഇതേ കവോലിൻ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സ്കിൻ പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് 2008 അവൾ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത്. പിന്നെ അവനൊന്നും നോക്കിയില്ല, വേഗം തന്നെ ആ ട്രക്കിന്റെ പിന്നാലെ പോകുന്നു. കമ്പനി കണ്ടുപിടിക്കുന്നു. ആ കമ്പനിക്കകത്തുണ്ട് സെയിം യൂണിഫോം. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട്. ഓരോ ഇയറിലും വർക്ക് ചെയ്തിരുന്ന ബാച്ചിന്റെ ഫോട്ടോസ്. അതിലെ 2008 ബാച്ചിലുണ്ട് ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള കാങ് സിയോക്ക്. ആൻഡ് അവളുടെ യഥാർത്ഥ പേര് ചായ എന്നായിരുന്നു. ചുരുക്കി പറഞ്ഞ 2008 എടുത്ത ഫോട്ടോയിൽ യൂണിഫോം ധരിച്ച സ്ത്രീ സാക്ഷാൽ ചാ തന്നെയാണ്. ആൻഡ് കവോലിൻ കമ്പനിയുടെ ക്ലൈന്റ് ആയിരുന്നു കാങ് സിയോക്ക്. അങ്ങനെ കമ്പനിയിലെ മാനേജറുമായിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങളെല്ലാം പറയുന്നു. എടോ, ഈ ചാക്ക് വല്ല ബോയ് ഫ്രണ്ടോ മറ്റോ? ഇല്ല സർ, അങ്ങനെ വരാൻ ഒരു വഴിയില്ല. അതെന്താ അങ്ങനെ? അവളുടെ കല്യാണം കഴിഞ്ഞതാ, പക്ഷേ അതൊരു ഫെയിൽഡ് മാരേജ് ആയിരുന്നു. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അങ്ങനെ കമ്പനി മുഖേന അറിഞ്ഞ കാര്യങ്ങൾ ജോങ് മുൻഹോയോട് പറയുന്നു. 2008 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ചാ കവോലിൻ എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു സമയത്തായിരുന്നു കാങ് സിയോക്കിന് സ്കിന്നിന്റെ പ്രശ്നം വരുന്നതും ഹോസ്പിറ്റലിൽ കാണിക്കുന്നതും. പിന്നീട് കവോലിൻ എന്ന കമ്പനിയിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ ആരംഭിക്കുന്നു. ആ സമയത്ത് 122 ക്ലൈന്റ് ഉണ്ടായിരുന്നു ഈ കമ്പനിക്ക്. അതിൽ ഒരാളാണ് കാങ് സിയോക്ക്. സോ ആ കമ്പനിയിൽ വെച്ചിട്ടാണ് അവരാദ്യമായിട്ട് കാണുന്നത്. ആൻഡ് ഡിസംബർ മാസത്തിൽ 4 ദിവസം ലീവ് എടുത്തിട്ടുണ്ട് ചാ. അതേ ഡിസംബറിലാണ് കാങ് സിയോക്കിന്റെ അമ്മ മരിക്കുന്നതും. സോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇനി ചായുടെ ഫാമിലിനെ കുറിച്ച് പറയാം. അമ്മ മരിച്ചു, അച്ഛനാണേൽ പണ്ടേ നാട് വിട്ടു, പിന്നെയുള്ളതൊരു ഭർത്താവ് മാത്രം. എന്നാൽ 1 വർഷം മാത്രമാണ് അവരൊരുമിച്ച് ജീവിച്ച്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആർക്കും അറിയില്ല. ഇതൊക്കെ കേട്ടേക്ക് മുൻഹോയാണെങ്കിൽ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് അങ്ങേർക്കൊരു കോൾ വരുന്നത്. വിളിക്കുന്നത് വേറെ ആരുമില്ല, ഇത്രയും കാലം താൻ കാങ് സിയോക്കാണ് എന്ന് പറഞ്ഞു പറ്റിച്ച സാക്ഷാൽ ചാ. പക്ഷെ അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, എന്താ പറയേണ്ടതെന്നറിയില്ല. ചുരുക്കി പറഞ്ഞ ഒരു കുറ്റബോധമുണ്ട്. ഇവളുടെ ശ്വാസം മാത്രമാണ് മുൻഹോ കേൾക്കുന്നത്. അത് കേട്ടേക്ക് അങ്ങേർക്ക് മനസ്സിലായി ആരാണ് വിളിക്കുന്നതെന്നുള്ളത്. അങ്ങനെ മുൻഹോ, നീ എവിടെയാണ്, ഓക്കെ അല്ലേ എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ഇത് കണ്ട് ഭ്രാന്ത് കയറിയ മുൻഹോ, സത്യം പറ, നീ ആരാ എന്നും പറഞ്ഞങ്ങ് അലറുന്നു. അതോടുകൂടെ ചാ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അവൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് ചാ ഉറപ്പിച്ചു. ഇവൻ വേഗം തന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, അവൾ വിളിച്ചിരിക്കുന്നത് ഒരു പബ്ലിക് ബൂത്തിൽ നിന്നാണ്. അങ്ങനെ ജോങ്ങും മുൻഹോയും കൂടെ അവളുടെ മുൻ ഭർത്താവിനെ കാണാൻ പോകുന്നു. അയാളൊരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്, ചാ ഇപ്പോഴും ജീവനോടെയുണ്ടോ? ഈ ചോദ്യം കേട്ടേക്ക് ഇവരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതെന്താ അങ്ങനെ ചോദിക്കാൻ? അപ്പോഴാണ് അയാൾ ആ കഥയങ്ങ് പറയുന്നത്. അവൻ ആദ്യമായിട്ട് ചായയെ കാണുമ്പോൾ അവളൊരു ഓർഫനാന്നാ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീടാണ് അവൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അവൾക്കൊരച്ഛനുണ്ട്, ഫർണിച്ചർ ഫാക്ടറിയാണ് പുള്ളിക്കാരൻ നടത്തിയിരുന്നത്. എന്നാൽ പെട്ടെന്നുള്ള എക്കണോമിക് ക്രൈസിസ് കാരണം ബിസിനസ് ഇല്ലാണ്ടായി. അയാൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരേ ഒരു മാർഗം മാത്രം, ലോൺ എടുക്കുക, അതും ഗുണ്ടായിസം വശമുള്ള പലിശക്കാരുടെ കയ്യിൽ നിന്ന്. അങ്ങനെ കടത്തിൻ്റെ മേളിൽ കടായപ്പോൾ അയാൾ നാട് വിട്ടു. അവളുടെ അമ്മയാണേലോ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. മകൾക്കായി തിരിച്ചു വരുമെന്നൊരു വാക്കും കൊടുത്ത് അമ്മയും പോകുന്നു. എന്നാൽ അവരുടെ ശവമാണ് ചാ പിന്നീട് കണ്ട്. പലിശക്കാരവരെ കൊന്നതാണെന്നും പറയുന്നുണ്ട്. ഈ കേസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല. പലിശക്കാർക്ക് പണം മേടിച്ചെടുക്കാൻ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത്, ചാ. പക്ഷെ ഹസ്ബൻഡാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൾക്ക് പുതിയൊരു ലൈഫ് കൊടുത്തു, കല്യാണം കഴിച്ചു. അവിടുന്ന് അങ്ങോട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. നിരന്തരം ഈ ഗുണ്ടകൾ ഇവരുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടേയിരുന്നു. എന്തിനു പറയുന്നു, അവരുടെ ബെഡ്റൂമിലടക്കം അവർ കയറാൻ തുടങ്ങി. ഈ ഹസ്ബൻഡിന് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവന്മാരവിടെയും വന്ന് കസ്റ്റമേഴ്സിനെ വെറുപ്പിച്ചു വിടും. ചുരുക്കി പറഞ്ഞ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവരെത്ര കെഞ്ചിയിട്ടും ഒരു കാര്യമില്ല. അങ്ങനെ ഈ ഗുണ്ടകളുടെ ടോർച്ചർ ഏകദേശം 5 മാസത്തോളം തുടർന്നു. അവൻ്റെ കടയിൽ കസ്റ്റമേഴ്സ് കയറാണ്ടായി. അങ്ങനെ എല്ലാം കൂടെ താങ്ങാൻ പറ്റാണ്ട് അവൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്കും വന്നു. അതോടുകൂടെ പുള്ളിക്കാരനാകെ തകർന്നു. ഡെയിലി കുടിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ മടുത്തു. ചായാണേലോ വല്ലാത്തൊരവസ്ഥയിലാണ്. അവളുടെ കൂടെ നിൽക്കാൻ ആരുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വല്ലാത്തൊരു കാഴ്ച കാണുന്നത്. ചാട ലൈഫ് ഇല്ലാണ്ടാവാൻ കാരണം അവളുടെ അച്ഛനാ. സോ അച്ഛനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭ്രാന്ത് കയറിയ ഹസ്ബൻഡ് ചായയെ വേണ്ടാന്ന് നോക്കുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു.
നാട് വിടാന്നല്ലാണ്ട് അവൾക്ക് വേറെ ഓപ്ഷനില്ല. അങ്ങനെ ചാ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇതൊക്കെയാണ് ഹസ്ബൻഡ് പറയുന്നത്. പറയാന്ന് മാത്രമല്ല ആ ഫ്രണ്ടിൻ്റെ അഡ്രസ്സും കൊടുക്കുന്നു. എന്നാൽ ഈ ഹസ്ബൻഡ് അറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. അത് ഈ ഫ്രണ്ടാണ് പറയുന്നത്. അന്ന് നാട് വിടാൻ ഒരുങ്ങിയ ചാ 1 വർഷത്തിന് ശേഷമാണ് ഫ്രണ്ടിൻ്റെ അടുക്കലെത്തുന്നത്. കാരണം ആ ഗുണ്ടകൾ അവളെ പിടികൂടുന്നു. പിടിച്ചുകൊണ്ട് പോകാന്ന് മാത്രമല്ല അവരുടെ അടിമകളാക്കി മാറ്റുന്നു. അവർ പറയുന്നത് എന്തും ചെയ്യാൻ ആരംഭിച്ചു. ഈവൻ സെക്സ് വർക്ക് പോലും. അങ്ങനെ 1 വർഷത്തിന് ശേഷം ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഫ്രണ്ടിൻ്റെ അടുത്തെത്തി. പക്ഷെ അവൾക്ക് ഒട്ടും വയ്യ. വല്ലാത്തൊരവസ്ഥയിലാണ് പുള്ളിക്കാരിത്തിയിരിക്കുന്നത്. മേല് മുഴുവൻ ടോർച്ചർ ചെയ്ത പാടുകളാണ്. ചാക്ക് എന്തായാലും അധികകാലമൊന്നും ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ല. അവൾ എവിടെ പോയാലും ആ ഗുണ്ടകൾ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അങ്ങനെ ആ ഫ്രണ്ട് സിയോൾ എന്ന് പറയുന്ന വലിയൊരു നഗരത്തിലേക്ക് അവളെ പറഞ്ഞേക്കുന്നു. അത്രയും വലിയൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ല മാം, പിന്നീട് എപ്പോഴേലും നിങ്ങൾ കണ്ടിരുന്നോ? ആ, ഒരു 2 വർഷം മുമ്പാണ് അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ആ സമയത്ത് അവൾക്ക് തീരെ വയ്യായിരുന്നു. ഞാനാ അവളുടെ ഓഫീസിൽ വിളിച്ചിട്ട് ലീവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ലീവ് എടുത്ത ഡേറ്റ് എന്നാ കൃത്യമായിട്ടറിയില്ല. 2008 ഡിസംബറിലാണ്. ഇത് കേട്ടേക്ക് ഇവരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ജോങ്ങിന്റെ തിയറി അനുസരിച്ച് ആ ഡേറ്റിലാണ് കാങ് സിയോക്കിന്റെ അമ്മേനെ ചാ കൊന്നുകളഞ്ഞത്. എന്നാൽ ലീവ് കൊടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെങ്ങനെയാ കാങ് സിയോക്കിന്റെ നാട്ടിൽ പോയിട്ട് അവളുടെ അമ്മേനെ കൊല്ലുന്നത്? അങ്ങനെ ഇവർ 3 പേരും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഈ ഫ്രണ്ട് മറച്ചു വെച്ച മറ്റൊരു കാര്യം ഇവരറിയുന്നത്. ഡിസംബർ 7-ന് ചാടെ മകള് മരിച്ചുപോയി. ഇത് കേട്ടേക്ക് ഇവരാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ഫ്രണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അവൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അവളുടെ കണ്ടീഷൻ ആകെ മോശമായിരുന്നു. ആൻഡ് ഷീ വാസ് പ്രഗ്നൻറ്റ്. അച്ഛൻ ആരാന്ന് അവൾക്ക് പോലും അറിയില്ല. അങ്ങനെ ആ കുട്ടി ജനിച്ചു. ചാക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ സിയോളിലേക്ക് അയച്ചു. ഞാനാ കുട്ടീനെ നോക്കിയിരുന്നത്. പക്ഷെ ആ കുട്ടി 2 വർഷത്തിന് ശേഷം മരണപ്പെട്ടു. അന്നു മുതൽ ചാ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവൾ എന്തൊക്കെയോ പുലമ്പാൻ ആരംഭിച്ചു. അതാ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. ഒരു മോഡൽ ഹൗസിൻ്റെ ഫോട്ടോ നോക്കി ഞാൻ വാങ്ങാൻ പോവുകയാണ്, ഒറ്റയ്ക്ക് താമസിക്കാൻ പോവുകയാണ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഇതൊക്കെ കേട്ടേക്ക് മുൻഹോ ആണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവളുടെ ആ ഒരു അവസ്ഥ, നശിച്ച ജീവിതം. എന്നിട്ടും ജോങ് അക്യൂസ് ആക്കാൻ നോക്കുന്നത് ചാനെ തന്നെയാണ്. ഇതൊന്നും വേണ്ടാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് മുൻഹോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാങ് സിയോക്കിന്റെ റൂംമേറ്റ് ആയിരുന്ന ഹോങ് സുക്കി മെസ്സേജ് കണ്ട് തിരിച്ചു വിളിക്കുന്നത്. ഇവരപ്പം തന്നെ അങ്ങോട്ട് പോകുന്നു. കാങ് സിയോക്കിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഹോങ് സുക്കി കാങ് സിയോക്കിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഹോങ് സുക്കി, നിങ്ങളല്ലാണ്ട് അവൾക്ക് വേറെ ഫ്രണ്ടോ മറ്റോ? ഏയ്, എൻ്റെ അറിവിലില്ല. ഓക്കെ, അൺയൂഷ്വലായിട്ട് എന്തേലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനൊക്കെ ചോദിച്ചാ ഒരു കാര്യമുണ്ട്. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവൾ സിറ്റിയിലോട്ട് താമസം മാറി. ഓൾറെഡി നാട്ടിൽ പരക്കിയ ഒരു സംസാരം ഉണ്ടായിരുന്നല്ലോ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാ നാട്ടിൽ നിന്നൊന്നും മാറി നിൽക്കാൻ തീരുമാനിച്ച്. അപ്പോഴാ അവൾക്ക് ഈ പ്രാങ്ക് കോളുകൾ വരാൻ തുടങ്ങുന്നത്. അത് മാത്രമല്ല, അവൾക്ക് വരുന്ന മെയിലുകൾ ആരോ മോഷ്ടിക്കുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞ് കാങ് സിയോക്കിന്റെ കുറച്ച് ഫോട്ടോസ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അതും സിറ്റിയിൽ എത്തിയതിനു ശേഷം അവൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോസ്. ഈ ഫോട്ടോസ് ഒന്നും സെൽഫി അല്ല, ആരോ എടുത്തു കൊടുത്തതാ. ആൻഡ് ആ ഫോട്ടോ എടുത്തു കൊടുത്ത ആളുമായിട്ട് ഒരു സെൽഫി എടുത്തിരിക്കുന്നു. അത് വേറെ ആരുമല്ല, ചായാണ്. സോ അവർ തമ്മിൽ അറിയാന്നുള്ളതിന് ഇതിനും വലിയ തെളിവൊന്നും വേണ്ട. ഇനി അറിയണ്ട് കാങ് സിയോക്കിന് എന്ത് പറ്റിയെന്നുള്ളതാണ്. പക്ഷെ ജോങ് ഉറപ്പിച്ചു കാങ് സിയോക്കിന്റെ ഐഡന്റിറ്റി കിട്ടാനായിട്ട് അവളെ കൊന്നുകളഞ്ഞതാണ്. അപ്പോഴാണ് കാങ് സിയോക്കിന് എന്ത് പറ്റിയെന്നുള്ള കഥ അങ്ങ് കാണിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുന്ന ചാ ഒരു തീരുമാനമെടുത്തു. പുതിയൊരു ലൈഫ് ഉണ്ടാക്കാൻ. പലിശക്കാരോ ഗുണ്ടകളോ തേടി വരാത്ത ഒരു പുതിയ ലൈഫ്. അതിനവൾക്ക് ഒരു ഐഡന്റിറ്റി വേണം. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. താൻ വർക്ക് ചെയ്യുന്ന കവോലിൻ കമ്പനിയിലെ ക്ലയന്റ് ലിസ്റ്റ് എടുക്കുന്നു. അതിനകത്ത് 122 പേരുണ്ട്. അതിലേറ്റവും ഉചിതം കാങ് സിയോക്ക്. അവൾക്ക് ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, ആരുമില്ല. ഇതിനേക്കാൾ പെർഫെക്റ്റ് മാച്ച് അവൾക്കിനി കിട്ടാനില്ല. അങ്ങനെ ഫോളോ ചെയ്യുന്നു, മെയിൽസ് എല്ലാം മോഷ്ടിക്കുന്നു, അവളുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇനിയാണ് കളി. പലതും കാണിച്ച് കാങ് സിയോക്കുമായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുന്നു. ഡെയിലി കാണാൻ തുടങ്ങുന്നു. എന്തിന്, ഫോട്ടോസ് വരെ എടുക്കുന്നു. അങ്ങനെ ചാ അവളെ കൊല്ലാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ചാ കാങ് സിയോക്കിനെ വെട്ടിക്കൂട്ടി പെട്ടിയിലാക്കുന്നു. അവൾക്ക് ഈ ചോര കാണുമ്പോൾ ഛർദ്ദിക്കാനാ വരുന്നത്. എന്നിട്ടും അത് മൊത്തം വൃത്തിയാക്കി. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ചാ. പക്ഷെ നിർത്താനാവില്ല, ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നു. ഈ സമയത്താണ് ഒരു പൂമ്പാറ്റ ആ ചോരയിൽ കുടുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോങ് അലക്സിനെ കാണാൻ പോകുന്നത്. ഈ കേസിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാങ് സിയോക്കിന്റെ ബോഡി കണ്ടെത്തണം.
പക്ഷെ 3 വർഷം മുമ്പുള്ള ബോഡി കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര പാടുള്ള കാര്യമാണ്. അത് മാത്രമല്ല തിരിച്ചറിയാനും പാടാ. ഓൾറെഡി ഇപ്പൊ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത 60 ബോഡികൾ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവനൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പൊന്നലക്സെ, നീ ഒരു പോലീസുകാരൻ തന്നെയല്ലേ, ഡെന്റൽ റെക്കോർഡ് വെച്ച് പരിശോധിക്കടോ എന്നും പറഞ്ഞ് ജോങ് പോകുന്നു. അങ്ങനെ ഈ സമയത്താണ് ക്ലിനിക്ക് കാണിക്കുന്നത്. ജാക്കി എന്ന് പറയുന്ന ഒരു പണക്കാരിയായ സ്ത്രീയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവളുടെ പട്ടിയുടെ റെക്കോർഡ്സ് കിട്ടാനായിട്ട് ലീന കുറെ പ്രാവശ്യം വിളിച്ചു. എന്നാൽ അവരാണെങ്കിൽ ഏതോ ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണ്. അങ്ങനെ മുൻഹോ ലീനയെ കാണാൻ പോകുന്നു. എടാ മതിയാക്ക്, എന്തൊക്കെ പറഞ്ഞാലും ഐഡന്റിറ്റി മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു ക്രൈമാണ്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അവൾ ഒരു പുതിയ പേരും സ്വീകരിച്ച് പുതിയ ലൈഫുമായിട്ട് മുന്നോട്ട് പോകും. പുതിയ പേര്. അത് കേട്ടേക്ക് മുൻഹോ വേഗം തന്നെ തിരിച്ചു പോകുന്നു. കാങ് സിയോക്ക് ഒരു ഫേക്ക് ഐഡന്റിറ്റിയാണ് എല്ലാവർക്കും മനസ്സിലായി. അവൾക്കിനിയും ആ പേരിൽ തുടരാൻ സാധിക്കില്ല. അതായത് അവൾക്ക് പുതിയൊരു ഐഡന്റിറ്റി വേണം. കാങ് സിയോക്ക് കാണാതായതുപോലെ മറ്റൊരാളും ഈ ഭൂമിയിൽ നിന്നില്ലാണ്ടാവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ച് വേണം. സോ മുൻഹോയും ജോങ്ങും കൂടെ കവോലിൻ കമ്പനിയിൽ നിന്ന് കിട്ടിയ 122 ക്ലയന്റുകളുടെ ലിസ്റ്റ് മൊത്തത്തിൽ പരിശോധിക്കുന്നു. പരിശോധിക്കാന്ന് മാത്രമല്ല ഇക്കാര്യം അലക്സിനോട് പറയുന്നു. അലക്സ് പിന്നെ ഒന്നും നോക്കിയില്ല. ആ ലിസ്റ്റിനകത്തുള്ള ഓരോരുത്തരെയും വളരെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു. ഇതാണ് ലിം. ഒരു സ്പോർട്സ് കടയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. ചത്താ പോലും തിരിഞ്ഞു നോക്കാൻ ആരും വരില്ല. സത്യം പറഞ്ഞ കാങ് സിയോക്കിനെ പോലെ. ആൻഡ് അവളെ നേരിട്ട് കാണാൻ പോയിട്ടുമുണ്ട്, ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ ലിമ്മിനെ കാണാൻ പോകുന്നു. കുറച്ചായിട്ട് അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും കാണാറുണ്ടോ? എൻ്റെ മെയിൽസ് അടക്കം മോഷണം പോകാറുണ്ട്. ഒരു പന്നച്ചെറുക്കൻ 24 മണിക്കൂറും എൻ്റെ പിന്നാലെ ഉണ്ടാവും. വല്ലാത്തൊരു ശല്യമാണ് അവനെ കൊണ്ട്. അവൻ തന്നെയായിരിക്കും മെയിൽ മോഷ്ടിക്കുന്നുണ്ടാവുക. ഇത് കേട്ടേക്ക് ഇവരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാങ് സിയോക്കിന്റെ കേസിലും ഈ മെയിൽ മോഷണം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് തന്നെയാവാനാ ചാൻസ്. അങ്ങനെ അന്ന് രാത്രി മുതൽ ലിം ഇവരുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഈ സമയത്താണ് ലിമ്മിനെ ശല്യം ചെയ്യുന്ന ആ ചെറുക്കനെ അവര് കയ്യോടെ പിടിക്കുന്നത്. എന്റെ പൊന്നു സാറേ, എന്നെയൊന്നും ചെയ്യല്ലേ, എനിക്ക് അവളോട് ഒരു ഇഷ്ടമുണ്ട്, അതിനാ ഞാൻ പിന്നാലെ നടക്കുന്നത്. പിന്നെ നീ എന്തിനാടാ അവളുടെ മെയിൽ മോഷ്ടിക്കുന്നത്? ഇത് കേട്ടേക്ക് ആ ചെറുക്കനാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് അവനൊരു കാര്യം പറയുന്നു. സാറേ, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ആ മെയിൽ ബോക്സിനെ ചുറ്റിപ്പറ്റി ഒരു സ്ത്രീ ഉണ്ടാവും. ചിലപ്പോ അവരാവും അതൊക്കെ എടുക്കുന്നുണ്ടാവുക. ഇത് കേട്ടേക്ക് ജോങ് ചാട ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് ആ പയ്യൻ കൺഫേം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാങ് സിയോക്കിന്റെ ബോഡി റിമെയിൻസ് പോലീസുകാർ കണ്ടെത്തുന്നത്. ഒരാൾ ചൂണ്ടയിടാൻ പോയപ്പോൾ അതേ ചൂണ്ടയിൽ കുടുങ്ങി ഒരു സ്യൂട്ട് കേസ് കിട്ടി. അതിനകത്തായിരുന്നു കാങ് സിയോക്കിന്റെ ബോഡി ഉണ്ടായിരുന്നത്. ഡെന്റൽ റെക്കോർഡ് കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ ചാനെ പുറത്തു ചാടിക്കാൻ ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ലിമ്മിനെയും കൊണ്ട് പോലീസുകാരും ജോങ്ങും കൂടെ പുറത്തു പോവും. ലിമ്മിനെ കൊല്ലാൻ നടക്കുന്ന ഉറപ്പായിട്ടും അങ്ങോട്ട് വരികയും ചെയ്യും. ആ സമയത്ത് കയ്യോടെ പിടിക്കാനാ ഇവരുടെ പ്ലാൻ. അതായത് ഇരയെ വെച്ച് ചൂണ്ടയിടുക. ഇവിടെ മുൻഹോ ആണേലോ എല്ലാം മതിയാക്കി. അവൾ ഇട്ടുകൊടുത്ത മോതിരടക്കം അവൻ ഊരിമാറ്റി. ഈ സമയത്താണ് ലീന മറ്റേ ജാക്കി ഉണ്ടല്ലോ, അവളുടെ പട്ടിയുടെ മെഡിക്കൽ റെക്കോർഡ്സ് തപ്പാൻ ആരംഭിക്കുന്നത്. നീ ഇതെന്താ തിരയുന്നത്? നമ്മുടെ ജാക്കി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിക്ക് ഏതോ പുതിയൊരു കൂട്ടുകാരിനെ കിട്ടിയിട്ടുണ്ട്. അവളെയും കൊണ്ട് എങ്ങോട്ടോ ടൂറ് പോവാൻ. പൂമ്പാറ്റകളെ വെച്ചിട്ടുള്ള ഒരു ഷോ ഉണ്ടത്രേ, അതിനാ പോകുന്നത്. അത് മാത്രമല്ല ഈ റെക്കോർഡ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കാനാ അവർ പറഞ്ഞിട്ടുള്ളത്. അവളുടെ മെയിൽ ആരോ മോഷ്ടിക്കുന്നുണ്ട്. സോ ഭദ്രമായിട്ട് വെക്കാനാ എന്നോട് പറഞ്ഞത്. പൂമ്പാറ്റകൾ, മെയിൽ, ഇത് രണ്ടും ചാട കേസിനെ സൂചിപ്പിക്കുന്നു. അവൾക്ക് പൂമ്പാറ്റകളെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല മെയിൽസ് എല്ലാം മോഷണം പോകുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ടേക്ക് മുൻഹോ ജാക്കിയെക്കുറിച്ച് ലീനക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിയുന്നു. ജാക്കി കുറെ കാലങ്ങളായിട്ട് ഒറ്റക്ക. ആൻഡ് അമ്മ, അച്ഛൻ 2 പേരും മരിച്ചു. അവരെങ്ങനെയാ പോകുന്നത്? ട്രെയിനിൽ. ഇത് കേട്ടേക്ക് വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് മുൻഹോ. അപ്പോഴാണ് അവന്റെ പഴയ കാര്യങ്ങൾ ഓർക്കാൻ തുടങ്ങുന്നത്. ഒരിക്കൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. എനിക്ക് ഈ പൂമ്പാറ്റകളെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പീകോക്ക് ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം പൂമ്പാറ്റ. അവർക്കെതിരെ ആപത്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ 2 ചിറകും വിരിച്ച് അവർ മേളിലോട്ട് പറന്നുയരും. ആൻഡ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ചെറുപ്പം മുതലേ ജീവിതം നശിച്ചൊരാള് തുടരെ തുടരെ ആപത്തുകൾ തന്നെ തേടി വന്നപ്പോൾ സ്വയം പൂമ്പാറ്റയായിട്ട് മാറുന്നു, പറന്നുയരാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴാണ് കാങ് സിയോക്കിന്റെ കേസിൽ അവൾ പെട്ടുപോകുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് അവളുടെ ബ്ലഡിൽ കുടുങ്ങിപ്പോകുന്ന ആ പൂമ്പാറ്റ. അങ്ങനെ മുൻഹോ റെയിൽവേ സ്റ്റേഷനിലെത്തി. ജാക്കിയെ കിട്ടാനായിട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻഹോ. ഇതേ സമയം ലീ വേഗം തന്നെ ജോങ്ങിനെ വിളിച്ച് കാര്യം പറയുന്നു. സോ അങ്ങേരും നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ മുൻഹോ ഒരു വിധത്തിൽ ജാക്കിയെ കണ്ടുപിടിക്കുന്നു, കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് കേട്ടേക്ക് ജാക്കി ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ചായെ കാണുന്നത്. അവളാണെങ്കിൽ ജാക്കിയെ കുറെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. ചാക്ക് മനസ്സിലായി അവൾക്കെതിരായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്.
അപ്പോഴാണ് ചാ മുൻഹോയെ കാണുന്നത്. അവർ രണ്ടുപേരും മുഖാമുഖം നിൽക്കുന്നു. ഹലോ ചാ, നിനക്ക് സുഖല്ലേ? എനിക്കൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. കാങ്സിയോക്കിനെ കൊന്നത് നീയാണോ? യെസ്. ഇത് കേട്ടേക്ക് ഇങ്ങേരങ്ങ് വൈലൻ്റ് ആവുന്നു. അവൻ എന്താണോ കേൾക്കണ്ടെന്ന് ആഗ്രഹിച്ച് അത് തന്നെയാണ് ചാ പറയുന്നതും. നീയൊക്കെ മനുഷ്യനാണോടി? അല്ല, ഞാൻ മനുഷ്യനല്ല, വെറും വേസ്റ്റാ. ഈ ഭൂമിക്ക് വേണ്ടാത്ത വെറും വേസ്റ്റ്. ഇന്നേ വരെ ഒരാൾ പോലും എൻ്റെ കൂടെ നിന്നിട്ടില്ല. എന്നും ഞാൻ ഒറ്റക്കായിരുന്നു. ഇത് കേട്ടേക്ക് മുൻഹോ അവളെ അങ്ങ് ഹഗ് ചെയ്യുന്നു. അവൾക്കൊരു ചാൻസും കൂടെ കൊടുക്കുന്നു. അവൾ ചെയ്തതെല്ലാം മറക്കാൻ അവൻ തയ്യാറാ. അവളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആണ് ഇതെല്ലാം ചെയ്യിച്ച്. ചാ, എൻ്റെ കൂടെയുള്ള സമയത്ത് നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതും വെറുതെ ആയിരുന്നോ? ഇല്ല മുൻഹോ, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് ജീവിച്ചിരിക്കാൻ അതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടേക്ക് മുൻഹോ ആകെ കയ്യീന്ന് പോകുന്നു. രക്ഷപ്പെട്. പക്ഷെ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം പേരിൽ ജീവിക്ക്. നിന്നെ ഒറ്റിക്കൊടുക്കാനോ പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടേക്ക് അവളാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കാൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് താൻ ചെയ്യുന്നതെല്ലാം തെറ്റാന്ന് അവളുടെ കണ്ണീര് സമ്മതിച്ചു. അങ്ങനെ മുൻഹോ എല്ലാം മതിയാക്കി തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ജോങ് വരുന്നതും അവളുടെ പിന്നാലെ പോകുന്നതും. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, ഓടാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറ്റിയിലെ മുഴുവൻ പോലീസും അങ്ങോട്ടെത്തുന്നത്. ഇത് കണ്ടേക്ക് മുൻഹോക്ക് മനസ്സിലായി ചാ പെട്ടു എന്നുള്ളത്. പിന്നെ അവൻ വെറുതെ ഇരിക്കോ, ചാനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇവളാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിലാണ് കാങ്സിയോക്കിൻ്റെ മരണവാർത്ത ലോകം മൊത്തം അറിയുന്നത്. പിന്നെ പറയണ്ടല്ലോ, താൻ ഓടുന്ന വഴികളിൽ എല്ലാം കാങ്സിയോക്കിനെ കാണുന്നു. അവളൊരു ഭ്രാന്തിയെ പോലെ അലറാൻ തുടങ്ങുന്നു. ആ ഒരു പോയിന്റ് വെച്ച് അവളൊരു തീരുമാനമെടുത്തു. മറ്റൊരാളുടെ പേരിൽ ജീവിക്കുന്ന ഈ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ. സോ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലോട്ട് പോകുന്നു. മുൻഹോടെ കൺമുന്നി വെച്ച് അവൾ സൂയിസൈഡ് ചെയ്യുന്നു. വേണ്ട വേണ്ടാന്നൊരു 1000 പ്രാവശ്യം പറയുന്നുണ്ട് ജോങ്. പക്ഷെ ഒരു കാര്യമില്ല. മുൻഹോ ആണേലോ കൂടെ ചാടാനാ നിൽക്കുന്നത്. ഇത് കണ്ടേക്ക് പോലീസുകാരും ജോങ്ങും കൂടെ അവനെ പിടിച്ചു വെക്കുന്നു. ലോകത്തുള്ള എല്ലാവരും ചിറകടിച്ച് പറക്കാൻ ആഗ്രഹിക്കുന്ന പൂമ്പാറ്റകളാണ്. പക്ഷെ ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മളുടെ മുമ്പിൽ 2 മാർഗങ്ങളുണ്ടാവും. ശരിയായ മാർഗം, തെറ്റായ മാർഗം. അതിലേതാണോ തിരഞ്ഞെടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ വിധി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.